പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. നാം ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ അവൻ വരാമെന്ന് അരുളി ചെയ്തതുപോലെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യേ അവൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമെല്ലാം നമ്മുടെ അരുമനാഥനായ യേശുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വചനം വായിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്തകളെ ധ്യാനിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണം നല്ലതും ആത്മീക അഭിവൃദ്ധിക്ക് ഉതകുന്നതും അല്ലാതെ യാതൊരു ദുഷിച്ച വാക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, നല്ല കാര്യങ്ങൾ തിരിച്ചറിയുവാൻ ദൈവബന്ധം നമുക്ക് ഒരുപാട് ആവശ്യമാണ്. നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും നല്ല കൂട്ടുകളും നല്ല ബന്ധങ്ങളും നമുക്കുണ്ടാകുന്നത് നാം യേശുവിൻ്റെ മകനായി തീരുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാകുന്നതും ദൈവത്തോടു കൂടെ ഇരുന്ന് സന്തോഷം അനുഭവിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ അടുത്തിരുന്ന് സന്തോഷം അനുഭവിക്കുമ്പോൾ അത് കൂടുതൽ വർദ്ധിച്ചു വരുവാൻ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ആത്മീയ വർധനയ്ക്കായി നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ, നല്ലത് മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. ദുഷിച്ചതായ എല്ലാ പ്രവൃത്തികളോടും യാത്ര പറയുവാൻ നമ്മളത് വഴി പഠിക്കുകയാണ്. ദുഷിച്ച വാക്ക് മാത്രമല്ല, ദുഷിച്ചതെല്ലാം മാറ്റി നിർത്തുവാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തരികയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞതായി മാറുകയാണ്. ഈ ലോകത്ത് കൃപയുടെ ഏറ്റവും വലിയ നിറവായി മാറിയത് തമ്പുരാനെ പറ്റിയ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ തമ്പുരാനെ പറ്റിയ അമ്മയോടും വിശുദ്ധരോടും ഒരുമിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളങ്ങളിൽ സ്വീകരിച്ച് കൃപയുടെ നിറവായി നല്ലതിനെ സ്വീകരിച്ച് ദുഷ്ടമായതിനെ ഉപേക്ഷിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. ഈ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവേ, എന്നെ നീ നന്മയിലേക്ക് ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായവനെ, ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളും കുറ്റങ്ങളും അകൃത്യങ്ങളും ഉണ്ട്, നിങ്ങൾ സമ്മതിക്കുന്നു. ഇന്ന് ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപ അയച്ച് ഞങ്ങൾ പാപത്തെ ഉപേക്ഷിച്ചവരും ദുഷിച്ച കാര്യങ്ങളോട് യാത്ര പറഞ്ഞവരും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരും ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്നവരും കർത്താവിനെ സ്തുതിക്കുന്നവരും ഞങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിലും യാത്ര ചെയ്യുന്ന വഴികളിലും ഏറ്റെടുക്കുന്ന ഓരോ ശുശ്രൂഷകളിലും കർത്താവിന്റെ മക്കളായി ജീവനുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, നിന്റെ പൈതങ്ങളായി മാറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായി, മാരകരോഗങ്ങളായി, മാനസികമായി തകർന്നവരായി, ഭാരപ്പെട്ട് കഴിയുന്നവരെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ അങ്ങയുടെ സാന്നിധ്യത്താൽ നീ ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, പാരൻസിനെ സമർപ്പിക്കുന്നു, ജോലി മേഖലകളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജയിച്ച് മുന്നേറുവാൻ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പറ്റിയ അമ്മയുടെയും ആദിസ്യതയാൽ സ്ലിഹന്മാരുടെയും പ്രത്യേക മോർ തോമാസ് സ്ലിഹായുടെയും മോർ ബാസിലിയസ് ബാവായുടെയും ആദിസ്യതയാൽ ഈ ശുശ്രൂഷയും ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ചവരോടും ഞങ്ങളിന്ന് വാങ്ങിപ്പോയവരെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് നിറഞ്ഞു വന്ന് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റി ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ നീ ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.